കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സമരം പുനരാരംഭിച്ച് സമരസമിതി. ഫാക്ടറി പൂട്ടാനുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്നാണ് സമരം കടുപ്പിച്ചത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സമരം കടുപ്പിച്ചിരിക്കുകയാണ് സമരസമിതി. കഴിഞ്ഞ ദിവസം മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫാക്ടറി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇന്നലെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്തു. ഫാക്ടറി ഉടമകളുടെ ഹർജിയിലാണ് കോടതിയുടെ സ്റ്റേ. ഫാക്ടറിയിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനും ജില്ലാ കളക്ടർക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഹർജിയിൽ സമരസമിതി കക്ഷി ചേർന്നു. കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി തെറ്റായ റിപ്പോർട്ട് സമർപ്പിച്ചതിനാലാണ് ഉത്തരവിന് സ്റ്റേ വന്നതെന്ന് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ ആരോപിച്ചു. അയാൾ ഇവിടെ വന്ന് നോക്കാതെ, ഈ പരിസരം നോക്കാതെയാണ് അയാൾ റിപ്പോർട്ട് കൊടുത്തത്. കള്ള റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് അവർക്ക് ഇന്നലെ സ്റ്റേ കിട്ടിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉന്നതങ്ങളിലുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി, കാരണം കേരള സർക്കാരാണ് ഇത് അടിച്ചുപൂട്ടിയത്. കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അടിച്ചുപൂട്ടിയത്. കാരണം ജനകീയ സമരസമിതി ഒരുപാട് കാലം കേസിന് പോവുകയാണ്. അപ്പോൾ ഇന്നലെ 13-ാം തീയതിയുള്ള കേസിൽ ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായിട്ട് വിവേകത്തോടെ ഞങ്ങൾ ഈ സമരം ഇവിടെ തുടരും. ഇവരെ എന്റെ മോൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുക. ഇതിന്റെ ഒരു അവസ്ഥ കൊണ്ട് ഇപ്പോഴും മരുന്ന് ഇനി വലിച്ചുകൊണ്ട് 13 വയസ്സ് കൊണ്ട് നോക്കാൻ ഇപ്പോഴും ആ ദുരാവസ്ഥയിൽ മാസം അഡ്മിറ്റ് ആക്കും. ഇന്ന് വൈകിട്ട് MLA മാരായ PK ഫിറോസും റസാഖ് മാസ്റ്ററും സമരത്തിൽ പങ്കെടുക്കും. മീഡിയ 1 കോഴിക്കോട്.